ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോൺ ഫ്രൈഡ് റൈസാണ്, സ്വീറ്റ് കോൺ ഫ്രൈഡ് റൈസ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചെറുതായി കൊത്തിയരിഞ്ഞ് 2 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, ഒരു സവാളയുടെ പകുതി, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നന്നായി ഇളക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം പച്ചക്കറികളൊന്നും അധികം വെന്ത് ഉടഞ്ഞു പോവരുത്, ജസ്റ്റ് ഹാഫ് വെന്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രോസൺ സ്വീറ്റ് കോണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് തണുപ്പൊക്കെ മാറി ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോണാണ്. അത് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാലോ, സ്വീറ്റ് കോൺ പിന്നെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അതൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിനി വൺസ് ഇതൊന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി പെപ്പർ പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇത് കുറച്ച് മധുരമായത് കാരണം ഞാൻ കുറച്ചധികം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അന്ന് വെച്ചിട്ട് ഭയങ്കര എരിവൊന്നും ഉണ്ടാകില്ല. ഈ മധുരവും ഈ എരിവും കൂടെ ഒന്ന് ബാലൻസ്ഡായി നല്ല ടേസ്റ്റ് ആയിരിക്കും കുരുമുളക് പൊടി ഇട്ടാൽ. അപ്പോൾ കുരുമുളക് പൊടി ഇടുക. പിന്നെ ഇതിലേക്ക് നമുക്ക് സോയാ സോസ് അങ്ങനത്തെ സോസുകളുടെ ആവശ്യമൊന്നുമില്ല. കാരണം സോസൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് വേറെയാകും. ഇതിപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു കോൺ ഫ്രൈഡ് റൈസാണ്. ഇപ്പോൾ നമുക്ക് കടിക്കുമ്പോഴും ഒക്കെ ഈ നല്ലൊരു മധുരവും ചെറിയൊരു എരിവും പിന്നെ ഈ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഇനി ഇതിനകത്തോട്ട് കുക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് 2 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ട് തണുത്ത റൈസാണ്, അപ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അങ്ങനെ 2 കപ്പ് റൈസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊരു 1 മിനിറ്റ് കണ്ടിന്യൂസ് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കോൺ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഡെഫിനറ്റായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വേറെ ശരിക്കും പറഞ്ഞാൽ സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.